ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഇപ്പോൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് അതുപോലെ പ്രൊജക്റ്റ് കോർഡിനേറ്റേഴ്സ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് കോൺട്രാക്റ്റ് ബേസിലാണ് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഏകദേശം നല്ല ശമ്പളം 73,000 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ള ആൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. നമുക്കെല്ലാം ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഈ ഒരു സ്ഥാപനം വരുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 14/8/2024 മുതൽ 3/9/2024 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റ് ബേസിലാണ് നിയമനം നടത്തുന്നത്. കോൺട്രാക്റ്റ് ബേസിൽ 3 വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ലഭിക്കുന്ന 67,000 രൂപയായിരിക്കും. സെക്കൻഡ് ഇയർ 70,000, തേർഡ് ഇയർ 73,000 രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം. ഇതിലേക്ക് 42 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓരോ പോസ്റ്റിലേക്കും പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് BE/BTech ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. സീനിയർ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് BE/BTech ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ വിവിധ ബ്രാഞ്ചുകളിലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, അതുപോലെ നാവൽ ആർക്കിടെക്ചർ, മറൈൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. നിങ്ങൾ ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം. നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.